നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഈ ദിവസത്തെ പ്രധാന വാർത്തകൾ. ജെഇ മെയിൻ ആദ്യ സെഷൻ മോഡറേറ്റ് ലെവൽ 170 മുതൽ 180 മാർക്കിന് 99% സാധ്യത. അടുത്ത സെഷന് നാളെ മുതൽ അപേക്ഷിക്കാം. യുസെഡ് 2025 ഫൈനൽ ആൻസർ കീ വെബ്സൈറ്റിൽ റിസൾട്ട് മാർച്ച് 7-ന്. BSc വെറ്റിനറി ഓൾ ഇന്ത്യയിലും കേരളത്തിലും പ്രവേശനം നീറ്റ് റാങ്ക് അനുസരിച്ച്. നീറ്റ് PG ഡൊമിസൈൽ കോട്ട ഒഴിവാക്കുന്നു. അലോട്ട്മെന്റിൽ വീണ്ടും സുപ്രീം കോടതി ഇടപെടൽ. 2025 ജെഇ മെയിൻ ബിടെക് ആദ്യ സെഷൻ പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത സെഷന് നാളെ മുതൽ അപേക്ഷിക്കാം. റിപ്പോർട്ടിലേക്ക്. NIT, IIIT പ്രവേശനവും ജെഇ അഡ്വാൻസ്ഡ് യോഗ്യതയും തീരുമാനിക്കുന്ന ജെഇ മെയിൻ്റെ രണ്ടാമത്തെ സെഷനു വേണ്ടി ജനുവരി 31 മുതൽ ഫെബ്രുവരി 24 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ആദ്യ സെഷൻ എഴുതിയ വിദ്യാർത്ഥികൾ അതേ ആപ്ലിക്കേഷൻ നമ്പറിൽ തന്നെ രണ്ടാമത്തെ സെഷനും അപേക്ഷിക്കണം. എന്നാൽ ആദ്യ സെഷന് അപേക്ഷ സമർപ്പിക്കാത്തവർ പുതിയതായി jemain.nta.nic.in എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യണം. ജനുവരി 30-ന് അവസാനിച്ച ആദ്യ സെഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറും റെസ്പോൺസും ഒഫീഷ്യൽ ആൻസർ കീയും ഇമെയിൽ വഴിയും വെബ്സൈറ്റ് വഴിയും എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കും. ഏതെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ അവയ്ക്ക് ശേഷം ഫെബ്രുവരി 12-ന് പെർസെൻറ്റേജ് സ്കോർ പ്രസിദ്ധീകരിക്കും. ജനുവരി 22 മുതൽ 29 വരെ നടന്ന പേപ്പർ 1 ബിടെക് എക്സാം 10 പരീക്ഷകളിൽ ഒരു സെഷൻ ഒഴിച്ച് ബാക്കി 9 സെഷനുകളും മോഡറേറ്റ് ലെവലായിരുന്നു. 170-നും 180-നും ഇടയിൽ മാർക്ക് ലഭിച്ചാൽ ടോപ്പ് NIT-കളിൽ കമ്പ്യൂട്ടർ സയൻസിന് പ്രവേശനത്തിന് സാധ്യതയുള്ള 99% സ്കോർ ലഭിക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് അധ്യാപകർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ജനുവരി 28-ന് രാവിലെ നടന്ന സെഷനിൽ എല്ലാ സബ്ജക്റ്റുകളും കമ്പാരിറ്റീവ്ലി ടഫ് ആയതിനാൽ ആ സെഷനായിരിക്കും ഏറ്റവും കുറഞ്ഞ മാർക്കിന് ഉയർന്ന പെർസെൻറ്റേജ് സ്കോർ ലഭിക്കാനുള്ള സാധ്യത. IIT-കളിലെ ഡിസൈൻ പ്രോഗ്രാമിന് പ്രവേശനം ലഭിക്കുന്ന ജനുവരി 19-ന് നടന്ന യുസെഡ് എൻട്രൻസ് എക്സാമിന്റെ പാർട്ട് എയുടെ ഫൈനൽ ആൻസർ കീ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കട്ട് ഓഫ് മാർക്ക് ഫെബ്രുവരി 6-നും റാങ്ക് മാർച്ച് 7-നും പ്രസിദ്ധീകരിക്കും. കേരളത്തിലെ 2 വെറ്റിനറി കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 42 ഗവൺമെന്റ് വെറ്റിനറി കോളേജുകളിലെ 15% സീറ്റിനും പ്രവേശനം ലഭിക്കുന്നതിന് മെയ് മാസത്തിൽ നടക്കുന്ന നീറ്റ് എക്സാമാണ് അടിസ്ഥാന യോഗ്യത. കേരളത്തിലെ സീറ്റുകളും ഓൾ ഇന്ത്യ സീറ്റുകളും നീറ്റിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. 2024 കേരളത്തിൽ കേരള മെഡിക്കൽ റാങ്ക് 5500 വരെയും, അതായത് നീറ്റിന് 620 മാർക്ക് വരെയും, ഓൾ ഇന്ത്യ തലത്തിൽ 570 മാർക്ക് അല്ലെങ്കിൽ 70,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുമായിരുന്നു പ്രവേശനം ലഭിച്ചത്. കേരളം ഒഴികെയുള്ള തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ സ്റ്റേറ്റ് കോട്ടയ്ക്ക് നമ്മുടെ കുട്ടികൾക്ക് പ്രവേശന സാധ്യതകൾ ഇല്ല. എന്നാൽ 8 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മാനേജ്മെന്റ് സീറ്റ് ആഗ്രഹിക്കുന്നവർ ഈ സംസ്ഥാനങ്ങളിലെ കോളേജുകളിൽ നേരിട്ട് അപേക്ഷിക്കുകയും പ്രവേശനം നേടുകയും ചെയ്യണം. 2024 നീറ്റ് PG കോഴ്സുകളിലേക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി ഗവൺമെന്റ് ഡീംഡ് മെഡിക്കൽ കോളേജുകളിലേക്കുള്ള 3ാം ഘട്ട അലോട്ട്മെന്റ് mcc.nic.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. എന്നാൽ സ്ഥിരതാമസക്കാരായതുകൊണ്ട് മാത്രം PG സീറ്റുകൾ അതത് മെഡിക്കൽ കോളേജിൽ അനുവദിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും തുല്യ അടിസ്ഥാന അവകാശങ്ങൾക്ക് എതിരാണെന്നും സുപ്രീം കോടതി അറിയിച്ചു. UG കോഴ്സുകൾക്ക് ഡൊമിസൈൽ സീറ്റ് അനുവദിക്കുന്നുണ്ടെന്നും എന്നാൽ സ്പെഷ്യലൈസേഷൻ ഉള്ള PG പ്രോഗ്രാമുകൾക്ക് അത് അനുവദിക്കാനാവുകയില്ല എന്നും കോടതി ജനുവരി 29-ന് നടന്ന സിറ്റിംഗിൽ വ്യക്തമാക്കി. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.